നിറവിലേക്ക് സ്വാഗതം. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം നിറവേറ്റുക എന്നതാണ് നമുക്ക് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകളാണിത്. ഈ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യഗാനം കേൾക്കാം.
നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള സൂത്രവുമായാണ് മെർലിൻ ടീച്ചർ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. യഹോവ ശലോം. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഈ ദിവസം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ചുറ്റും ശത്രുക്കൾ പലരുണ്ട്. ഒരാളല്ല, പലരാണ് എന്നോട് പൊരുതുന്നത്. എങ്ങനെ ഒന്ന് നന്നാവാനാ എന്നൊക്കെ ആത്മഗതം ചെയ്യുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട് എന്നും നമ്മളുടെ ഉയർച്ച പലരും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ ദിവസത്തിൽ ഒരു ശത്രുവിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ ശത്രു ആരാണെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. എന്താണെന്നറിയോ? വീട്ടിലെ കണ്ണാടിയിലേക്കൊന്ന് നോക്കുക. കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വളർച്ചയ്ക്കും പലപ്പോഴും നമ്മുടെ ഉയർച്ചയ്ക്കും പലപ്പോഴും നമ്മുടെ ഉന്നമനത്തിനും ഒക്കെ തടസ്സം നമ്മൾ തന്നെയാണെന്ന് നമ്മൾ പലപ്പോഴും അറിയാറില്ല. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്നത് ഈ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയേ. ഈ കണ്ണാടിയിൽ നോക്കി നമ്മൾ ചിരിച്ചാൽ കണ്ണാടി നമ്മളോട് ചിരിക്കും. കണ്ണാടിയിൽ നോക്കി നമ്മൾ ദേഷ്യപ്പെട്ട കണ്ണാടി നമ്മളോട് ദേഷ്യപ്പെടും. കണ്ണാടിയിൽ നോക്കി പരിഭവിച്ചാൽ കണ്ണാടിയും പരിഭവിക്കും. കണ്ണാടിയിൽ നോക്കി പരാതി പറഞ്ഞാൽ കണ്ണാടിയും പരാതിപ്പെടും. എന്നിട്ട് ഓരോ ദിവസവും ചിരി നഷ്ടപ്പെടുന്നവരായിട്ട് ഡിപ്രഷൻ ആണ് എന്നാ നമ്മൾ പറയുക. ഈ ഡിപ്രഷൻ എന്ന വാക്ക് ഇന്നൊരു വലിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. ചെറിയ കാര്യത്തിന് പോലും ഡിപ്രഷനാണ് എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ എന്താണ് പല ഡിപ്രഷൻ്റെയും കാരണം? ഒരു കഥയിലേക്ക് പോകാല്ലേ. ഒരിക്കൽ ഒരു പാമ്പ് അത് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പം തിളങ്ങുന്ന എന്തോ ഒന്നിനെ കണ്ടു. പാമ്പ് വേഗം തന്നെ ഈ മരത്തിൽ നിന്ന് ഇഴഞ്ഞ് താഴേക്ക് വന്ന് ആ ഈ തിളങ്ങിയ വസ്തുവിന്മേൽ അതിനെയൊന്ന് നോക്കി. അത് തിരിച്ചുപദ്രവിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അരികിലേക്ക് വന്ന് അതിനെയൊന്ന് ചുറ്റി. അത് ഒരു മരപ്പണിക്കാരൻ്റെ മൂർച്ച ചെയ്ത് വെച്ചിരുന്ന ഒരു വാളായിരുന്നു. ആ തിളങ്ങിയ വാളിന്മേൽ ചുറ്റിയപ്പോൾ ഈ പാമ്പിൻ്റെ ദേഹം മുറിഞ്ഞു. പാമ്പിന് നന്നേ വേദനിച്ചു. പെട്ടെന്ന് ചോര പൊടിയുകയും ചെയ്തു. പാമ്പിന് വേദനിച്ചപ്പോൾ ഇത് തൻ്റെ ശത്രുവാണെന്നും തന്നെ താഴെ ഇറക്കിയത് ഈ ശത്രുവിൻ്റെ ഒരു തന്ത്രമാണെന്നുമൊക്കെ ഈ പാമ്പ് അങ്ങ് ചിന്തിച്ചു. എന്നിട്ട് ഈ പാമ്പ് എന്ത് ചെയ്തെന്നറിയാമോ? ശത്രുവിനെ ഞെരുക്കാൻ വേണ്ടി ഈ വാളിൽ ഇങ്ങനെ മുറുക്കാൻ തുടങ്ങി. വാളിലേക്ക് തൻ്റെ ശരീരം ഇങ്ങനെ മുറുക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ശരീരം മുറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പാമ്പിന് അറിയില്ലായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും വാളിൽ ശത്രുവാണെന്ന് കരുതി വരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓരോ പ്രാവശ്യവും അതിൻ്റെ ശരീരം മുറിഞ്ഞുകയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യവും മുറിയുകയും തനിക്ക് വേദനിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ ഈ പാമ്പ് ആത്മരക്ഷയ്ക്ക് വേണ്ടി വാളിൽ കൊത്താനായി തുടങ്ങി. വാളിൽ കൊത്തിയപ്പോൾ അതിൻ്റെ ചുണ്ടും അത് കൊത്തുന്ന ആ ഒരവസ്ഥയിൽ മുറിയാനായി തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ചോര മുഴുവൻ വാർന്ന് ഈ പാമ്പ് ചത്തുപോകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും
പല പ്രശ്നങ്ങളുടെയും അടുത്തേക്ക് നമ്മളായിട്ട് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ചെന്നതിന് ശേഷം ഇത് നേടാം എന്ന് കരുതി നമ്മൾ അതിനെ ഒന്ന് മുറുക്കെ പിടിക്കും. പലരും അപ്പോൾ നമ്മളെ നോക്കുന്നു, നമ്മളെ കണ്ട് ചിരിക്കുന്നില്ല, നമ്മളോട് അങ്ങനെ പെരുമാറുന്നു, നമ്മളോട് മോശമായ രീതിയിൽ ചിന്തിക്കുന്നു നമ്മളെക്കുറിച്ച് എന്നൊക്കെ കരുതി നമ്മൾ ആ സങ്കടത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കും. വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ചുരുങ്ങുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ആ കണ്ണുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കുറ്റമാണ് പറയുന്നതെന്ന് സ്വയം അങ്ങ് ധരിക്കും. പിന്നെ അവരോടുള്ള ചതി, അവരോടുള്ള പക, അവരോടുള്ള ഇഷ്ടക്കേട് പ്രവൃത്തിയിൽ കൂടെ നമ്മൾ കാണിക്കാനും തുടങ്ങും. അങ്ങനെ ഈ പാമ്പിനെ പോലെ സ്വയം മുറിഞ്ഞ് മുറിഞ്ഞ് രക്തം വാർന്ന് ഇല്ലാതെയാകുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമ്മുടെ ശത്രു എന്ന് നമ്മൾ കരുതുന്ന പലരും ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും. ഇവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളെ കളിയാക്കുകയാണെന്ന് നമ്മൾ പിന്നെയും ചിന്തിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഈ കൊച്ചു കൊച്ചു പ്രവർത്തികൾ നമ്മളെ തന്നെ ചുരുക്കിക്കളയുന്നല്ലാതെ നമ്മളുടെ ഉയർച്ചയ്ക്ക് അതൊരു കാരണമാകുന്നില്ല എന്ന് മാത്രമല്ല, ഉയർച്ചയ്ക്ക് തടസ്സം ആകുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനം ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ശബ്ദമാണ്. ആരാണ് ഈ ഉസിയ രാജാവ്? ഈ ഉസിയ രാജാവ് ആരാണ് എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 16-ാമത്തെ വയസ്സിൽ ദൈവത്താൽ രാജപദവിയിലേക്ക് ഉയർത്തപ്പെട്ടവനാണ് ഈ ഉസിയ രാജാവ്. ഉസിയ രാജാവ് തൻ്റെ അപ്പനെ പോലെ ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. 2, അക്കാലത്തെ പ്രവാചകനായിരുന്ന സക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ വളരെ ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു ഈ ഉസിയ രാജാവ്. ഇത് രണ്ടും ഉസിയ രാജാവിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി. എന്നാൽ ഉസിയ രാജാവിന് ദൈവം ശത്രുക്കളെ പോലും നിരപ്പാക്കി കൊടുത്തു. ഉസിയ രാജാവിൻ്റെ ഭരണകാലം അനുഗ്രഹത്തിൻ്റെ കാലമായിരുന്നു. അനുഗ്രഹത്തിൻ്റെ കാലം. 3.5 ലക്ഷത്തിലധികം പട്ടാളക്കാർ തന്നെ ഈ ഉസിയ രാജാവിനുണ്ടായിരുന്നു. അദ്ദേഹം അനേക പട്ടണങ്ങൾ പണിതുയർത്തി, അനേക രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി, മരുഭൂമിയിൽ പോലും ജലസ്രോതസ്സുകൾ കണ്ടെത്തുവാൻ, കിണറുകൾ കണ്ടെത്തുവാനും ഒക്കെ, പട്ടണത്തിൽ മതിലുകെട്ടി കാത്തുകൊള്ളാനൊക്കെ ഉസിയ രാജാവിന് ദൈവം ശക്തിയും ബലവും കൊടുത്തു. കാരണം എന്തായിരുന്നു? അപ്പനെ പോലെ, തൻ്റെ പിതാവിനെ പോലെ ദൈവത്തെ ആരാധിച്ചു. 2, സക്കറിയ പ്രവാചകന്റെ വാക്കുകളെ കേട്ട് ഉസിയ രാജാവ് അനുസരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉസിയ രാജാവിൻ്റെ കീർത്തി നാട്ടിലെങ്ങും പരന്നു. അങ്ങനെ ഉസിയ രാജാവ് ഇങ്ങനെ നാടുവാണിരുന്ന കാലത്ത് ഒരിക്കൽ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം കയറാവുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയായിരുന്നു. പുരോഹിതന്മാർ ഉസിയ രാജാവിനോട് പറഞ്ഞു, അവിടുന്ന് വലിയ രാജാവൊക്കെയാണ്, പക്ഷേ ഇവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഉസിയ രാജാവ് തിരികെ ചോദിച്ചു, ഞാനാണ് ഈ രാജ്യത്തിൻ്റെ രാജാവ് എന്നൊരു അധികാരം ഉസിയ രാജാവിൻ്റെ ഉള്ളിൽ വല്ലാതെ തിളച്ചു പൊങ്ങി വരികയാണ്. ഉസിയ രാജാവ് 26-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗമായപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, താൻ ബലവാനായി എന്ന ഹൃദയത്തിൽ അവൻ നിഗളിച്ചു എന്നാണ് വേദപുസ്തകത്തിലെ വാക്യം. ഹൃദയത്തിൽ ആ ഒരു നിഗളമുണ്ടായപ്പോൾ ആ നിഗളത്തിൽ ഉസിയ രാജാവ് ചുറ്റിപ്പിണഞ്ഞു കിടന്നു. ആ ഉസിയ രാജാവ് എന്തു ചെയ്തു എന്നറിയാമോ? പുരോഹിതന്മാർ മാത്രം കയറാൻ അനുവാദമുള്ള ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുകയും തൻ്റെ കയ്യിൽ ധൂപകലശം എടുക്കുകയും ചെയ്തു. അത് ഒരു രാജാവിന് യോഗ്യമായിരുന്നില്ല, അതൊരു പുരോഹിതന്റെ അവകാശമായിരുന്നു. എന്നാൽ ഉസിയ രാജാവ് തൻ്റെ കയ്യിൽ ഈ ധൂപകലശം എടുത്തപ്പോൾ തന്നെ തൻ്റെ തിരുനെറ്റിയിൽ ഒരു കുഷ്ഠം വന്നു. രാജാവിൻ്റെ തല ഏറ്റവും വിലയേറിയതാണ്. എന്തുകൊണ്ടെന്നാൽ കിരീടം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഒരു കുഷ്ഠം വരികയാണ്. രാജാവിനോട് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ പറഞ്ഞു, രാജാവെ, അവിടുത്തെ ശിരസിൽ കുഷ്ഠം പൊങ്ങിയിരിക്കുന്നു. കുഷ്ഠരോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. രാജാവായിക്കോട്ടെ, പ്രജയായിക്കോട്ടെ, ആരായിക്കോട്ടെ, കുഷ്ഠം വന്നാൽ പാളയത്തിന് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. താൻ ഇത്രയും പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്നിട്ടും തൻ്റെ ജീവിതത്തിലെ നിഗളം എന്ന
പ്രവൃത്തി തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അവ തന്നെ വരിഞ്ഞു പുറുക്കി ഈ ഉസിയ രാജാവിൻ്റെ പ്രതാപം ഇല്ലാതെയാക്കുന്നതാണ് വേദപുസ്തകത്തിൽ ഉസിയ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പുറത്തു നിന്ന് ഒന്നും നമ്മളെ നശിപ്പിക്കുന്നില്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്ന പല ചിന്തകളും ഉണ്ടാകുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം ഇപ്രകാരം 20-ാം വാക്യം പറയുന്നുണ്ട്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദുശ്ചിന്തയും ചതിയും വിടക്ക് കണ്ണും വ്യഭിചാരവും വ്യാമോഹവും അസൂയയും ഇവയെല്ലാമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാമ്പിനെ പോലെ, വാളിനെ ചുറ്റിപ്പിടഞ്ഞു കിടക്കുന്ന ഈ പാമ്പിനെ പോലെ പലപ്പോഴും ഈ ചതിയും ഈ ദുശ്ചിന്തയും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളും എന്നെ അങ്ങനെയാണ്, എന്നെ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ധാരണകളിൽ നിന്നുമൊക്കെ പുറത്തേക്കൊന്ന് ഇറങ്ങി വന്നാൽ ഒരുപക്ഷെ നാമും മുറിവേൽക്കാത്തവരായി മാറും. എൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്നെ നശിപ്പിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല. എല്ലാം മറ്റുള്ളവരുടെ തെറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഉസിയ രാജാവ് ഇവിടെ സ്വന്തം തെറ്റിനാൽ നശിച്ചു പോയതുപോലെ നമ്മളും പലപ്പോഴും നമ്മുടെ ചിന്തകളുടെ തെറ്റുകൾ നിമിത്തം നശിച്ചു പോകാൻ ഇടയായേക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ ഒന്നാമതായി നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ ഈ ഒരു പതനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവനെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ തന്നെ നമ്മൾ പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം. 2, മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നല്ല, മറിച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് ഓരോരുത്തരും ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മുടെ മനസ്സിന് കുളിർമ നൽകും, നമ്മുടെ മനസ്സിന് തണുപ്പേകും. നമ്മുടെ ശത്രുവിനെ പോലും നിരപ്പാകുവാൻ തക്കവണ്ണം സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. ഒരുവൻ്റെ വഴി യഹോവയ്ക്ക് ചൊവ്വെന്ന് തോന്നുമ്പോൾ യഹോവ അവൻ്റെ ശത്രുവിനെ അവനോട് നിരപ്പാക്കുമെന്ന് സദൃശ്യവാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശത്രുക്കളെന്ന് നാം കരുതുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. 1, മറ്റുള്ളവരിൽ ദൈവത്തെ കാണണം. 2, ക്രിസ്തു എന്ന ഭാവം നമ്മളിൽ ഉണ്ടാകണം. 3, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കാര്യത്തെയും പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള ചതി എന്ന ഭാവവും വഞ്ചന എന്ന ഭാവവും പൂർണ്ണമായിട്ടും മാറിയിട്ട് നന്മ ഉള്ളിൽ നിറയും. നന്മ ഉള്ളിൽ നിറയുമ്പോൾ നിറയുന്ന പാത്രം തുളുമ്പുന്നത് പോലെ നമ്മളിൽ നിന്ന് നന്മ പുറത്തേക്ക് തുളുമ്പുകയും ചെയ്യും. നമ്മളിൽ നിന്ന് നന്മയുടെ ഭാവം പുറത്തേക്ക് തുളുമ്പുമ്പോൾ നമ്മളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ മാറി നമ്മൾ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. പുതിയൊരു വീഡിയോയും അതിലെ ദൈവചിന്തയും കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. തങ്ങളുടെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് കൃതജ്ഞതയുള്ളത് എന്ന് ക്ലാസ്സിലുള്ള കുട്ടികളുമായി പങ്കുവയ്ക്കുവാൻ ഒരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. ഒരു വീഡിയോ കണ്ടു നോക്കാം നമുക്ക്. Let's begin. Wonderful, class. Now, who would like to come up first and share what you're grateful for? Me. Yes, Sarah, come on up. I'm thankful for trees because they give me oxygen. That's wonderful, Sarah. Thank you so much. Who would like to go next? I'll go. Jason, come on up.
I do my parents because without them I wouldn't even be here. And also they help me with my homework, and I love them. Chocolate! I'm grateful for chocolate. Okay, Rebecca. Thank you. Simon, why don't you come up and share with the class what you're grateful for? Come on up, Simon. I'll be right up here with you. What are you grateful for, Simon? How would you like to play a game with your classmates to see who can guess whose hand you drew? Would you like that? All right, class. Can anyone guess whose hand Simon drew? I think it's the hand of a policeman because they protect us and keep us safe. I think it's Simon's hand because he's grateful to have a hand. Is it the hand of God? It's your hand, Miss Sanders. അധ്യാപികയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൽ അവർ എന്തിനോടൊക്കെയാണ് നന്ദിയുള്ളവരായിരിക്കുന്നത് എന്ന് തങ്ങളുടെ സഹപാഠികളുമായി പങ്കുവെക്കുകയാണ്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വീട് മുതൽ ചോക്ലേറ്റ് വരെ, മാതാപിതാക്കളും സ്കൂളും വരെ. ഇതിനിടയിൽ നിശബ്ദനായ ഒരു വിദ്യാർത്ഥിയുണ്ട്, ക്രിസ്. അവൻ്റെ പേപ്പറിൽ 2 കൈകൾ മാത്രമാണ് വരച്ചിരിക്കുന്നത്. ഈ കൈകൾ ആരുടേതാണ് എന്നാണ് ആ ക്ലാസ്സിലെ എല്ലാവരും അത്ഭുതപ്പെടുന്നത്. ക്രിസ് വരച്ച കരങ്ങളെക്കുറിച്ച് കൂട്ടുകാരെല്ലാം ഓരോരോ നിഗമനത്തിലെത്തുമ്പോൾ അവസാനം ക്രിസ് തന്നെ പ്രഖ്യാപിക്കുകയാണ് അത് മറ്റാരുടേതുമല്ല, മറിച്ച് തൻ്റെ ടീച്ചറിൻ്റെ കൈകളാണ്. ഏറെ ഹൃദയസ്പർശിയായ ഒരു ഷോർട്ട് ഫിലിമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നന്ദി പറയാതെ പോകുന്ന, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കരങ്ങളുണ്ട്. കൃതജ്ഞതയോടെ ഒന്ന് നോക്കുക പോലുമോ ചെയ്യാത്ത എത്രയോ കരങ്ങളുണ്ട്. ഭക്ഷണം പാകം ചെയ്തു തരുന്ന, ഭക്ഷണം വിളമ്പിത്തരുന്ന, ഓരോ സ്ഥലത്തും പല രീതിയിൽ നമ്മളെ സഹായിക്കുന്ന, തഴുകുന്ന, താങ്ങുന്ന അനേകം കരങ്ങൾ. ഇതുവരെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൃതജ്ഞതയോടുകൂടി ഈ കരങ്ങളെ കാണുവാനും അഭിനന്ദിക്കുവാനും നന്ദി പറയുവാനും നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. കേട്ട ചിന്തയും ആസ്വദിച്ച ഗാനങ്ങളുമെല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.